ലീവ് എടുത്ത് ഭൂമിയിൽ പോയ ആത്മാക്കൾ ഇന്ന് കൃത്യമായി എത്തിച്ചേർന്നില്ലെങ്കിൽ എലിമിനേഷനിലൂടെ നരകത്തിൽ വിടുന്നതായിരിക്കും. അയ്യോ മേഘങ്ങൾ മേഘങ്ങൾ, ആഹാ എന്നാ രസമാണെന്ന് എനിക്ക്. ആടി കിടുക്കാറ്റി. സത്യം പറഞ്ഞാണല്ലോ, സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്വർഗം. ഇവിടെ കറണ്ട് ബില്ല് അടയ്ക്കണ്ട, കൂലിപ്പണിക്ക് പോകണ്ട, പലിശക്കാരന് പൈസ കൊടുക്കണ്ട. വേണ്ടേ ഇഷ്ടമുള്ള ഏതേലും മേഘത്തിന്റെ അകത്ത് കയറിയിട്ട് സൂപ്പറായിട്ട് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാം. ഇവിടെ ആരും ചോദിക്കാൻ പറ്റത്തില്ല. 15 വർഷമായി ഞാനിവിടെ താമസിക്കാന്നുണ്ട്. 15 വർഷം. ഈ 15 വർഷം ഉണ്ടല്ലോ, എനിക്ക് 15 ദിവസം പോലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ എനിക്കിവിടെ ഒരു ഭാര്യയുണ്ട്. നാട്ടിലെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ ചെറിയ പ്രേമ പരിപാടിയൊക്കെ ആയിരുന്നു. കല്യാണം കഴിക്കാൻ പറ്റിയില്ല. മരിച്ചിവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ നമുക്ക് കല്യാണം കഴിച്ചത്. ഇവിടെ ചെറിയ ഫാമിലി ആയിട്ട് ഇങ്ങനെ തട്ടി കൂടുവാണ്. പക്ഷേ നാട്ടിലൊരു ഭാര്യയുണ്ട്. പക്ഷെ ഇപ്പൊ ആരോ പറഞ്ഞറിഞ്ഞ് അവക്ക് തീരെ സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. എന്റെ ദൈവമേ, എന്റെ മണ്ണുമ്പിള്ളക്ക് ഒരു ആവശ്യം വരുത്തല്ലേ. കണ്ട ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ വിചാരിച്ചത്? എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണല്ലേ? അതുകൊണ്ടൊന്നുമല്ല, പുല്ലിഞ്ഞോട്ടെക്കാനും വന്നാണല്ലോ ഈ സ്വർഗം നരകമാകും. അതുകൊണ്ട് പറഞ്ഞതാ. കണ്ടാ, നാട്ടിലെ സുകുമാരണ്ണന്റെ മോനാണ്. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാലേ അവന് ബൈക്ക് മേടിച്ചു കൊടുക്കണം പറഞ്ഞ തന്തയോട് ഭയങ്കര ബഹളമായിരുന്നു. ആ പാവങ്ങൾ ഇല്ലാത്ത കാശുണ്ടാക്കി അവന് ബൈക്ക് മേടിച്ചു കൊടുത്ത് ആ ബൈക്കേ കയറി ഒരു ഭൂക്കെന്ന് പറഞ്ഞ ഒരൊറ്റ പോക്കായിരുന്നു. ഭൂക്കെന്ന് പറഞ്ഞ് ഇങ്ങോട്ടും പോന്നു. ഇപ്പൊ ഇവിടെ ആ പുള്ളിക്കാരനെ. സമയം രാവിലെ 7:30. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും. ഇഷ്ടമില്ലാത്ത ആത്മാക്കളുണ്ടെങ്കിൽ അവരിന്ന് പട്ടിണി. ദൈവമേ, കർക്കടബാബുവിന്റെ ബലിയിടാൻ പോയതൊക്കെ വരുന്ന എന്റെ ഇവിടുത്തെ ഭാര്യയെ. അവള് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നീ എവിടെ പോയി കിടക്കണ അവള്? ബാബിന് പോയിട്ട് വന്നത്? അയ്യോ ഒന്നും പറയണ്ട. നമ്മുടെ വീട്ടുകാർ നേരം വെളുക്കുന്നതിന് മുന്നേ വന്ന് ബലിയിട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി. ഞാൻ കുറച്ചു നേരം കടപ്പുറത്ത് കാറ്റൊക്കെ കൊണ്ടിട്ടേ വെയിൽ മുക്കുന്നതിന് മുന്നേ ഇഞ്ഞു പോന്നു. നീ എന്താ താമസിച്ചത്? ഒരു വർഷത്തിന് ശേഷം വലിയ നാട്ടിലോട്ട് പോകുന്നത്. ഇറങ്ങുവയ്യോടെ എങ്ങനെയാ വീട്ടിലോട്ട് ചെന്ന് കേറുന്നത്? എവിടെ വർത്താനം കേട്ടാ തോന്നുന്നു ഗൾഫിൽ നിന്ന് ലീവിന് വന്നാണ്. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഉണ്ടല്ലോ, എന്റെ അനിയത്തിയുടെ ഭർത്താവ് വീട്ടിൽ കിടന്ന് ഭയങ്കര വഴക്കുണ്ടാക്കുക. ആണോ? എന്തിന്? അവന് സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കണമെന്ന്. സ്ത്രീധനത്തിന്റെ ബാക്കിയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതൊക്കെ എന്റെ തറവാട്ടില് സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കാനുമില്ല, മേടിക്കാനുമില്ല. ഞങ്ങൾ അത് ശീലിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണ്. ആണോ? പിന്നല്ലാതെ. ഇവനുണ്ടല്ലോ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അവളെ വീട്ടിൽ കൊണ്ട് നിർത്തുമെന്നൊക്കെ പറഞ്ഞു. കൊണ്ട് നിർത്തട്ടെ, അതിനെന്താ? അയ്യോ അത് പറ്റത്തില്ല. അവക്ക് മുട്ടുവേന ഉള്ളതാ. അയ്യടാ ഫസ്റ്റേ. പിന്നെ നിങ്ങളെ വീട്ടിൽ ചെന്ന് എന്തോട്ട് വിശേഷം? വിശേഷമല്ല ശരിക്കും. എന്താ? എനിക്കങ്ങ് വിഷമമാണ്. എന്താണ്? എന്റെ നാട്ടിലെ ഭാര്യയില്ലേ, അവക്ക് വയ്യാണ്ട് ആശുപത്രി കിടക്കുക. എന്റെ ദൈവമേ, എന്റെ ഭാര്യക്കൊന്നും പറ്റല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, അവളോട് മാത്രം ഇപ്പൊ സ്നേഹം ഇല്ലയോ? അതുകൊണ്ടല്ലേടി. പിന്നെ അവൾ ഇങ്ങോട്ടെങ്ങാനും മരിച്ചിവിടെ വന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആദ്യം എന്നെ കൊള്ളും. ഞാൻ ചത്തു കഴിഞ്ഞാൽ നീ പിന്നെ വിധവയായിട്ട് വെള്ള സാരി ഉടുത്ത് നടക്കേണ്ടി വരും. നിങ്ങളുടെ പറച്ചിലേട്ടാ തോന്നുന്നു ഞാനിപ്പോ ചുമല സാരി ഉടുത്തോണ്ട് നിൽക്കുവാണെന്ന്. ഇത് വെള്ള സാരി അല്ലയോ? ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും പുതുവൽ നികർത്തിൽ പൊന്നമ്മ. അയ്യോ അയ്യോ അയ്യോ, എന്തുവാ? നീ ആ മേഘത്തിനകത്ത് കയറിക്കോ, ഞാൻ ഈ മേഘത്തിനകത്ത് കയറാം. എന്തോ നീ ആ മേഘത്തിൽ കയറിക്കോ, ഞാൻ ഈ മേഘത്തിൽ കയറാം. എന്തുവാണോ പറയുന്നത്? വേണ്ട, നീ ഈ അല്ല വേണ്ട. അയ്യോ എടി, എന്റെ പെണ്ണുമ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നത്. ആര് വന്നാലും ഞാൻ ചേട്ടനെ വിട്ടു കൊടുക്കത്തില്ല. എന്താ എന്താ? വെള്ളം വേണോ? വെള്ളം വേണോ? ഞാൻ എടുത്തോണ്ട് വരാം. പകുതി രക്ഷപ്പെട്ടു. ദൈവമേ, ഇതെങ്ങാനും കണ്ടോണ്ട് അവള് വരാതിരുന്നാ മതിയായിരുന്നു. വന്നാൽ എന്നെ ഒന്നുകൂടെ അവള് കൊല്ലും. അയ്യോ ചേട്ടൻ, എനിക്ക് എപ്പോഴേ അറിയാം എന്നെ നോക്കി നിൽക്കോ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഇവള് മലേഷ്യയിൽ ഇപ്പൊ അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ. ചേട്ടൻ എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? 15 വർഷമായിട്ട് ഞാൻ ഇവിടെ സന്തോഷിച്ചോണ്ടിരുന്നത് നീ ഇങ്ങോട്ട് കയറി വന്നത് ഇല്ലാണ്ടാക്കിയില്ലേടി. ചേട്ടാ
ചേട്ടൻ അറിയാവോ ആ. അടുത്ത 7 ജന്മത്തിലും ആ. ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ വരുന്നത്. അത് ശരി. ദൈവമേ, ഇതെന്റെ 7ാമത്തെ ജന്മമായിരിക്കണേ. ഇത് പിന്നെ ഒരു കാര്യം, ചേട്ടൻ മരിച്ചു പോയപ്പോഴേക്കെ ആ. എനിക്കൊരു ആക്സിഡന്റ് പറ്റി. അറിയാവോ? ഇല്ല. ഞാൻ ആ മരണത്തിന് മുഖാമുഖം രക്ഷപ്പെട്ടത്. മുഖാമുഖം രക്ഷപ്പെട്ടെന്ന്. എടി, കാലം കയറുമായിട്ട് പോത്തിന്റെ പുറത്ത് കയറിയപ്പോഴേ ഞാൻ പോത്തിന്റെ കാലെ വട്ടം പിടിച്ച്. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അയ്യോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഞാൻ അല്പസമയം കൂടെ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാ അവര് വരാഞ്ഞത്. എന്നാ പിന്നെ ആ കാലിന്റെ കാലെ പിടിക്കാത്ത എന്താ ഇപ്പം? ആ കൊള്ളാം, ദൈവമേ, കാലെ പിടിക്കുന്നതിന് ഒരു പരിധിയിലടി. അയാൾക്ക് വേറെ പണിയുണ്ടെന്ന്. അണ്ണാ ആ? എന്നാ അണ്ണ പാല്. അണ്ണനാ? ആരുടെ അണ്ണൻ? എടി നീ സരളയല്ലേടി? ആ സരളയാ. ആ സരള. നീ എന്തിനാടി എന്റെ അണ്ണന് പാൽ വെള്ളം കൊടുക്കുന്നത്? അയ്യോ, അതാ എനിക്കല്ല, നിനക്കാണ്. എനിക്കോ? ആ, ഇത് ഞങ്ങൾ ഇവിടുത്തെ വെക്കം ഡ്രിങ്കാ. നിങ്ങൾ എന്റെ അടുത്ത് ഡ്രിങ്ക് പരിപാടി കാണിക്കല്ലേ, സത്യം പറ, ഇവിടെ ആരാ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഞാൻ അണ്ണന്റെ ഭാര്യയാന്ന്. ഭാര്യ? ഭാര്യ? ഞാനോ? നീ നാട്ടിലെ ഭാര്യ, ഇത് സ്വർഗത്തിലെ ഭാര്യ. അയ്യോ, അവള് സ്വർഗത്തിലെ. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാണല്ലേ? അയ്യോ, നിങ്ങൾക്കറിയാവോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോ ഞാനും എന്റെ കുഞ്ഞും എങ്ങനെ ജീവിച്ചെന്നറിയാവോ? അങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ മാസാമാസം നിന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നുണ്ടായിരുന്നല്ലോ. ഏത് അക്കൗണ്ടില്? അതെടി, വിധവാ പെൻഷൻ വരുന്നില്ലെന്നോ? അത് ഞാൻ ഉണ്ടാക്കി തന്നാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. കണ്ടോ, അങ്ങാർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങാര് മരിച്ചു കിടന്നപ്പോഴും ഞാൻ തലക്കപ്പാട്ട് കിടന്ന് വാവിട്ട് കരഞ്ഞതാണ്. അവള് കരഞ്ഞെന്ന്. എന്താ കരഞ്ഞത്? എന്റെ ചെവിക്ക് കീഴെ ഇരുന്നിട്ട് എനിക്ക് കേൾക്കാം, എന്നെ കൂടെ കൊണ്ടുപോകാന്ന്. എനിക്ക് നീ അത് പറഞ്ഞില്ലേടി, എന്നെ കൂടെ കൊണ്ടുപോകാന്ന്. ഞാൻ ആ പെട്ടിക്കകത്ത് കിടന്ന് ദൈവത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, ദൈവം എന്റെ കൂടെ വിടല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. മരിച്ചു കിടക്കുമ്പോ പോലും ഇവക്ക് ബേക്കറി സാധനം തിന്നണമെന്നായിരുന്നു ആഗ്രഹം. എന്തോ ബേക്കറി? എനിക്കറിയുണ്ടേ. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. എനിക്കിനി ആരുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ ചേട്ടനെ വിട്ടു വരത്തില്ല. എനിക്ക് ചേട്ടനോട് ജീവിച്ചാൽ മതി. എന്റെ ഭർത്താവാണ്, ഞാൻ കൊണ്ടുപോകും. അല്ല, ഇത് എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവാണ്, ഞാൻ കൊണ്ടുപോകും. എന്റെ ഭർത്താവ്. അത് നിർത്ത്. അക്കി സിക്കി വൈക്കം പൊക്കോ. ഞാൻ പോവാണ്. തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. എന്താണ്? നിങ്ങളുടെ സ്വത്തിനുള്ള അവകാശം എനിക്കും ഉണ്ട്. നീ ഭൂമിയിലെ ഭാര്യയല്ലേ, ഞാൻ സ്വർഗത്തിലെ ഭാര്യ. എനിക്ക് അപ്പൊ അവകാശം ഉള്ളത്. ഇങ്ങനെ ചെലവിന് തരാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അറിയാവോ? എന്തൊക്കെ ഈ പറയുന്നത്? ജാത്യാലുള്ളത് തൂത്താ പോവോടി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.